ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത കർമ്മയോഗം ചാപ്റ്റർ 3 കർമ്മയോഗത്തിലെ 14-15 വളരെ വിശിഷ്ടമായ ശ്ലോകങ്ങളാണ് ഇത്. കാരണം നമ്മൾ മഴയുണ്ടാകുന്നതിനെക്കുറിച്ചും യജ്ഞങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും മഴയിലൂടെ നമുക്ക് വേണ്ട അന്നം എങ്ങനെ കിട്ടുന്നു, ഇതെല്ലാം ഒരു ചക്രമാണ്. ഈ ഒരു ചക്രം ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ജീവജാലങ്ങളൊക്കെ എന്താ പറയുക പോഷിപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർണ്ണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട 2 ശ്ലോകങ്ങളാണ് ഞാൻ പറയുന്നത്. വായിക്കാം, ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. എല്ലാ ഗുരുഭ്യോ നമ. അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാദ്ഭവതി പർജന്യ യജ്ഞകർമ്മ സമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അപ്പോൾ ഇവിടെ ആ ഒരു പ്രകൃതിയിൽ യജ്ഞം കൊണ്ട് മഴയുണ്ടാകുന്നു എന്നും മഴയിൽ നിന്ന് അന്നം, ജീവികൾക്ക് ആവശ്യമുള്ള അന്നം ഉണ്ടാകുന്നു എന്നും, യജ്ഞം കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു എന്നും, കർമ്മം ബ്രഹ്മാവിൽ നിന്നും ഉണ്ടാകുന്നു എന്നും, അങ്ങനെ എങ്ങും നിറഞ്ഞ ഈ ബ്രഹ്മം യജ്ഞത്തിൽ നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു കണക്റ്റഡാണ് എല്ലാം. അപ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് എല്ലാം ഉണ്ടാവുന്നു യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ യജ്ഞം തന്നെ ബ്രഹ്മത്തിൽ നിന്നുണ്ടാകുന്നു. യജ്ഞം കൊണ്ടാണ് കർമ്മവും, കർമ്മം കൊണ്ടാണ് പിന്നെ മഴയും, പിന്നെ അതുപോലെ അതിൽ നിന്ന് അന്നവും ഒക്കെ ഉണ്ടാകുന്നു. അതിൽ നിന്ന് ജീവജാലങ്ങളിൽ നിലനിൽക്കുന്നു ഈ പ്രപഞ്ചത്തിൽ. ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ചക്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ചക്രങ്ങൾ ഈ ഭൂമിയിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ കാണാം. അതായത് ഇപ്പോൾ നമ്മൾ സയൻസൊക്കെ പഠിക്കുന്നത് കാർബൺ ചക്രം, കാർബൺ സൈക്കിൾ, ഓക്സിജൻ ചക്രം, ഓക്സിജൻ സൈക്കിൾ, പിന്നെ നൈട്രജൻ സൈക്കിൾ, ഇങ്ങനെ. അപ്പോൾ ആ സൈക്കിളൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അളവ് ഭൂമിയിൽ കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഓക്സിജൻ്റെ അളവ് എന്നും സ്ഥിരമായി നിലനിർത്തുന്നു. വിവിധ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോയാലും അതിൻ്റെ അളവ് തെറ്റാതെ നിലനിൽക്കുന്നു എന്ന് പറയുന്നതാണ് ആ ചക്രം എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ഇവിടെ പറയുന്ന ചക്രത്തിൻ്റെ കാര്യം പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. അന്നാദ് ഭവന്തി ഭൂതാനി, ഭവന്തി ഉണ്ടാകുന്നു. അന്നാദ് ഭവന്തി ഭൂതാനി, അന്നത്തിൽ നിന്ന് ജീവികളുണ്ടാകുന്നു. അപ്പോൾ ആഹാരം കഴിക്കുമ്പോഴാണല്ലോ അടുത്ത ഒരു തലമുറയ്ക്ക് വളരാൻ. ഒരു അമ്മയിൽ നിന്നൊരു കുഞ്ഞുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അമ്മ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. പർജന്യാത് അന്ന സംഭവ, അതായത് പർജന്യം എന്ന് പറഞ്ഞാൽ മഴയിൽ നിന്ന് അന്ന സംഭവ, അന്നമുണ്ടാവുന്നു. യജ്ഞാത് പർജന്യ ഭവതി, യജ്ഞത്തിൽ നിന്ന് പർജന്യ മഴ ഭവതി ഉണ്ടാവുന്നു. യജ്ഞകർമ്മ സമുദ്ഭവ, യജ്ഞം കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു. കർമ്മസമുദ്ഭവ, കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു. കർമ്മ ബ്രഹ്മോദ്ഭവം, കർമ്മം ബ്രഹ്മാവിൽ നിന്നുണ്ടായി, ഉദ്ഭവം ഉണ്ടായി. കർമ്മ ബ്രഹ്മോദ്ഭവം, കർമ്മം ബ്രഹ്മത്തിൽ നിന്നുണ്ടായി. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എന്നും പറയാം, സഗുണബ്രഹ്മം എന്നും പറയാം. അക്ഷരസമുദ്ഭവം, അക്ഷരസമുദ്ഭവം എന്ന് പറഞ്ഞാൽ നിർഗുണ ബ്രഹ്മത്തിൽ, അക്ഷരം നിർഗുണ ബ്രഹ്മത്തിൽ നിന്നുണ്ടായി. വിദ്ധി എന്നറിഞ്ഞാലും. തസ്മാത് സർവഗതം ബ്രഹ്മ, തസ്മാത് അതിനാൽ സർവഗതം എന്നും നിറഞ്ഞ ബ്രഹ്മത്തെ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം, ആ ബ്രഹ്മം എന്നും നിത്യം എന്നും യജ്ഞത്തിൽ നിലകൊള്ളുന്നു. അപ്പോൾ ബ്രഹ്മം യജ്ഞത്തിൽ നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ജീവികൾ അന്നത്തിൽ നിന്നുണ്ടാകുന്നു. അന്നത്താൽ അവ പോഷിപ്പിക്കപ്പെടുന്നു. ജീവികൾക്ക് അന്നം വേണമെന്നാലേ അത് വളരുള്ളൂ, പോഷിപ്പിക്കപ്പെടുന്നു. പിന്നെ ഭൂമിയിലെ വസ്തുക്കൾ, പിന്നെ ജലത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഈ അന്നം ഉണ്ടാകുന്നത്. ജലം വേണം, മഴ വേണം. അപ്പോൾ ആ മഴ എങ്ങനെ ഉണ്ടാകുന്നു? മഴയില്ലെങ്കിൽ സസ്യം വളരില്ല, ജീവികൾക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല. അപ്പോൾ ആ മഴ എങ്ങനെ ഉണ്ടാകുന്നു? മഴ യജ്ഞത്താൽ ഉണ്ടാകുന്നു. പലതരം കർമ്മങ്ങളിലൂടെ മഴ ഉണ്ടാകുന്നു.
അതാണ് ആദ്യത്തെ ഒരു ശ്ലോകം, 14ാമത്തെ ശ്ലോകം അതാണ് പറയുന്നത്. അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാതന്ന സംഭവ യജ്ഞാദ്ഭവതി പർജന്യ യജ്ഞകർമ്മ സമുദ്ഭവ എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ നമ്മുടെ നാട്ടിൽ ചില സ്ഥലങ്ങളിലൊക്കെ യജ്ഞങ്ങൾ, ഹോമങ്ങൾ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതിരാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് സംഘടിപ്പിക്കുന്ന ചില ക്ഷേത്രങ്ങളിലൊക്കെ. അപ്പം ഈ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അത് മഴ പെയ്യാൻ വേണ്ടിയിട്ട് യജ്ഞം അനുഷ്ഠിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ആ യജ്ഞത്തിൻ്റെ അവസാന ഭാഗത്ത്, ആ യജ്ഞം തീരാനാവുമ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ മഴത്തുള്ളികൾ വീഴുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവസാന ദിവസമെങ്കിലും മഴത്തുള്ളികൾ വീഴുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം യജ്ഞത്തിലൂടെ മഴ പെയ്യുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ എന്താ പറയുന്നത്, യജ്ഞാനുഷ്ഠാനത്തിലൂടെ മഴ വരാം അല്ലെങ്കിൽ വരും, അത് നമ്മൾക്ക് അനുഭവമുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്നു എല്ലാ മഴ ധാതുക്കൾ പുഷ്ടിപ്പെടുന്നതിനും അല്ലെങ്കിൽ സസ്യങ്ങൾ വളരുന്നതിനും ജീവികൾ പോഷിപ്പിക്കുന്നതിനും ഒക്കെ മഴ ആവശ്യമാണ്. അപ്പോൾ ആ മഴയെ കൊണ്ടുവരുന്നത് യജ്ഞമാണ്. യജ്ഞത്തിൽ നിന്ന് മഴ ഉണ്ടാകുന്നു. പിന്നെ മഴവെള്ളം ഉള്ളത് കൊണ്ടാണ് മഴവെള്ളത്തെ തടഞ്ഞു നിർത്തിയിട്ട് അണക്കെട്ടുണ്ടാകുമ്പോൾ കൃഷിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ആ വെള്ളം ഉപയോഗിക്കാം. അതിൽ നിന്ന് വിളവുണ്ടാകുന്നു. ആ വിളവ് നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാക്കും. ഇങ്ങനെ മഴയിലൂടെ സമ്പൽ സമൃദ്ധി നോക്കുക. ആ ഒരു മനുഷ്യനെ പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം അല്ലെങ്കിൽ ഭഗവാൻ തരുന്ന ഒരു അനുഗ്രഹമാണത്. അപ്പോൾ ഇവിടെ ഈ യജ്ഞഭാവനയാണ് നമുക്ക് പ്രധാനം. ഈ യജ്ഞഭാവന എന്ന് പറയുമ്പോൾ ഏതു തരം കർമ്മവും നമ്മൾ അനുഷ്ഠിക്കുന്നത് യജ്ഞഭാവനയിലൂടെ വേണമെന്ന് കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു യജ്ഞഭാവന ലോക നന്മയ്ക്കായിട്ട് മനോഭാവത്തോടു കൂടി വൈദിക യജ്ഞങ്ങൾ ചെയ്യുന്നത് പോലും അതിനുപോലും വളരെ ഗുണമുണ്ട്. അതുകൊണ്ടാണ് അതിലൂടെ മഴ പോലും വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ യജ്ഞഭാവനയിലൂടെ ഒരു ഹോമം അല്ലെങ്കിൽ യാഗങ്ങൾ ചെയ്യുന്നത് പോലും മഴയെ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഏതു തരം പ്രവർത്തനവും യജ്ഞഭാവനയിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു നല്ല ഗുണം ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് ഈ ഒരു ശ്ലോകം പറയുന്നു. ഒരിക്കൽ കൂടെ വായിക്കാം. അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാതന്ന സംഭവ യജ്ഞാദ്ഭവതി പർജന്യ യജ്ഞകർമ്മ സമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അപ്പോൾ ഈ ഒരു ശ്ലോകം ചാപ്റ്റർ 3 ഭഗവത്ഗീത 14-15 2 ശ്ലോകങ്ങളാണ്. ഇത് ഒരുമിച്ച് പറയാൻ കാരണം അതിൻ്റെ അർത്ഥം എന്നാലേ ഒരുമിച്ച് നമുക്ക് കിട്ടുകയുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ 2 ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു. കൃഷ്ണൻ തരുന്ന ഒരു വലിയ സന്ദേശമാണ് പരിസ്ഥിതിയെ നിലനിർത്തേണ്ടതിനെക്കുറിച്ച്. അതുപോലെ പിന്നെ നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെ യജ്ഞഭാവത്തിൽ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച്, മഴയുടെ പ്രാധാന്യം, അതിൽ ജീവികളെ എങ്ങനെ പോഷിപ്പിക്കപ്പെടുന്നു, ഇതെല്ലാം ആ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഈ 2 ശ്ലോകങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.